ഇപ്പോൾ ആട്ടത്തിൽ ഇൻട്രൊഡ്യൂസ് ഒരു പ്രോബ്ലം അവർ പറയുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ അതൊരു ഐറണി ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കാരണം വളരെ സർവ്വസാധാരണമായ ഒരു പ്രോബ്ലം ആയിട്ടാണ് ഇപ്പോൾ എല്ലാവരും അതിനെ കാണുന്നത്. പക്ഷെ അതേസമയം അത് അത്ര യൂഷ്വലായിട്ട് കാണേണ്ട കാര്യമല്ല. എങ്ങനെയാണ് ആ സിറ്റുവേഷൻ ഇപ്പോഴത്തെ ഈ ലോകത്തെ സർവ്വസാധാരണമാക്കിപ്പെട്ട ആ സിറ്റുവേഷൻ എങ്ങനെയാണ് നോക്കി കാണുന്നത്? ഒരു നടൻ എന്നുള്ള തരത്തിലാണോ അല്ലെങ്കിൽ ഒരു വ്യക്തി എന്നുള്ള തരത്തിൽ അങ്ങനെ ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതാണല്ലോ. നമ്മൾ ഇപ്പോൾ ഞാനെപ്പോഴും ഈ ഈക്വാലിറ്റി എന്ന് പറഞ്ഞൊരു പരിപാടിയിൽ വിശ്വസിക്കുന്ന, അല്ലെങ്കിൽ മ്യൂച്വൽ കൺസേൺ, മ്യൂച്വൽ റെസ്പെക്റ്റിലേക്ക് വിശ്വസിക്കുന്ന ഒരാളാണ്. ഇപ്പോൾ രണ്ട് വ്യക്തികൾ പരസ്പരം ഇഷ്ടപ്പെട്ടിട്ട് ചെയ്യുന്ന കാര്യങ്ങളും, അല്ലെങ്കിൽ നമ്മൾ ഒരാളെ ഏതെങ്കിലും തരത്തിൽ അതെന്തുമായിക്കൊള്ളട്ടെ ഒരാളുടെ മേലിൽ അടിച്ചേൽപ്പിക്കുക എന്ന് പറയുന്നത് ഇമോഷണലിയോ ഫിസിക്കലിയോ വാട്ട് എവർ ഇറ്റ് ഇസ്, അത് ഭയങ്കര അൺഫെയർ ആണെന്നാണ് വിശ്വസിക്കുന്നത്. ഈ ഇന്റർവ്യൂ കാണുന്ന 10 പേരെങ്കിൽ 10 പേർ മനസ്സിലാക്കാൻ വേണ്ടി ഒരു കാര്യം ഫ്രീസ് ട്രോമ റെസ്പോൺസ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അതായത് ഒരു പ്രശ്നം ഉണ്ടായി കഴിയുമ്പോൾ ആ വിക്ടിമൈസ്ഡ് ആയിട്ടുള്ളത് ആരും ആയിക്കോട്ടെ, ബോയ് ഗേൾ ക്വിയർ പീപ്പിൾ ആരും ആയിക്കോട്ടെ, അവരോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എന്തുകൊണ്ട് അപ്പോൾ റിയാക്ട് ചെയ്തില്ല, അല്ലെങ്കിൽ റെസ്പോണ്ട് ചെയ്തില്ല, ശബ്ദം ഉയർത്തിയില്ല എന്നൊക്കെ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. പക്ഷേ ഈ ഇങ്ങനൊരു സിറ്റുവേഷൻ, അതായത് നമ്പായി പോകുന്നൊരു സിറ്റുവേഷൻ, അല്ലെങ്കിൽ റിയാക്ട് ചെയ്യാൻ പറ്റാതെ ഫ്രീസ് ആയി പോകുന്നൊരു സിറ്റുവേഷൻ ഉണ്ടാവും. അത് ആർക്കും മനസ്സിലാവണമെന്നില്ല, കണക്റ്റ് ആവണമെന്നില്ല. അങ്ങനെയുള്ള എക്സ്പീരിയൻസസ് ഉണ്ടായിട്ടുണ്ട്. ഇതിലേക്ക് ഇൻപുട്സ് കൊടുക്കാൻ അങ്ങനെ ഫേസ് ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ അതിനെപ്പറ്റി പേഴ്സണലി അറിയാവുന്ന എക്സ്പീരിയൻസസ് ഉണ്ടോ? അങ്ങനെ പേഴ്സണലി ആയിട്ടുള്ള എക്സ്പീരിയൻസസ് തീർച്ചയായിട്ടും ലോട്ട് ഓഫ് വിമൻ, ആസ് എ വിമൻ, ഒരു സ്ത്രീ എന്ന നിലയിൽ നമ്മൾ മാത്രമല്ല, എത്രയോ ആൾക്കാർ ഇത് അറ്റ് സം പോയിന്റ് ഓഫ് ദെയർ ലൈഫ് ഇത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാവും. പക്ഷേ നമ്മളെല്ലാവരും നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ ഒറ്റപ്പെട്ടിട്ടുണ്ടാവും, കോൺട്ര ചെയ്തിട്ടുണ്ടാവും, ഇല്ലേ? അത് ഈ സിറ്റുവേഷൻ ഇങ്ങനൊരു സെക്ഷൽ അസോൾട്ടോ അതിൻ്റെ ആവണമെന്നില്ലല്ലോ. ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ വി മൈറ്റ് ഹാവ് ഫെൽറ്റ് കോർണർഡ്. അപ്പോൾ അതാണ് ഞാൻ യൂസ് ചെയ്താൽ നോക്കിയത്. ആ ആസ്പെക്ട് എല്ലാവരും തീർച്ചയായിട്ടും, അത് ഒരു ജെൻഡർ ഡിഫറൻസ് ഒന്നുമില്ല. നമ്മൾ കോൺട്ര ചെയ്യപ്പെട്ട ആളുകളാണ്, ഇപ്പോഴും കോൺട്ര ചെയ്യപ്പെടുക ആളുകൾ. ഇപ്പോഴും ഇപ്പോൾ പുറത്തുനിന്ന് ഒരാൾ നോക്കുമ്പോൾ നമ്മളിപ്പോൾ കുറച്ച് ആളുകളായിട്ട് സിനിമയിൽ വർക്ക് ചെയ്യുന്നു, പക്ഷേ ഇപ്പോഴും അത് തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. അതായത് നമ്മളെ മുകളിലിരിക്കുന്ന ആളുകൾ എപ്പോഴും ആ ഒരു കാർഡ് പ്ലേ ചെയ്യാറുണ്ട്. അപ്പോൾ പക്ഷെ ഇത് ഭയങ്കര ഒരു പോയിന്റാണ്. ഇപ്പം നിങ്ങൾ പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ, അപ്പോൾ നമ്മൾ ഇതിനെക്കുറിച്ചിട്ട് ആലോചിക്കുമല്ലോ. നമ്മൾ ഇപ്പോൾ സിനിമയിൽ അഭിനയിക്കുമ്പോൾ സീൻസ് ആയാലും സിറ്റുവേഷൻസ് ആയാലും നമ്മൾ ലൈഫിൽ നിന്നാണല്ലോ എടുത്ത് ചെയ്യുന്നത്. അപ്പം നമ്മൾ വിചാരിക്കും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മൾ കയറി അങ്ങോട്ട് അത് ചെയ്യും. ഞാൻ ഇപ്പോഴൊന്നുമല്ല, എനിക്ക് 10 വർഷം മുമ്പ് നമ്മളിങ്ങനെ കിടന്നുറങ്ങുകയാണ്, അപ്പോൾ എപ്പോഴോ ഇതെപ്പോൾ സംഭവിച്ചു എന്ന് ഓർമ്മയില്ല, പക്ഷെ ഞാൻ എൻ്റെ മനസ്സിൽ രജിസ്റ്റേർഡാണ്. ഞാൻ പുറത്തേക്ക് നോക്കുമ്പോൾ എനിക്ക് എന്തോ സ്ട്രീറ്റ് ലൈറ്റ് ഉള്ളതുകൊണ്ട് അതിലെ കൂടെ അപ്പോൾ ഒരാൾ ഇതിൻ്റെ പുറത്ത് നിൽക്കുന്നുണ്ട്, രാത്രി വല്ല 3 മണി 2 മണിയൊക്കെ ആയിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ സാധാരണ, അല്ലെങ്കിൽ ഞാൻ വിചാരിച്ചു വെച്ചിരിക്കുന്നത് ഞാൻ ഭയങ്കര ധൈര്യമൊക്കെ ഉള്ള ആളാണെന്നാണല്ലോ. അപ്പോൾ ഒരാൾ അങ്ങനെ നിൽക്കുന്നുണ്ടെന്നുള്ളൊരു തോട്ട് എനിക്ക് വന്നു. ഒരാൾ നിൽക്കുന്നുണ്ട്, ഞാനിങ്ങനെ നിലത്ത് കിടക്കാണ്, എനിക്ക് കാണാം ഒരാൾ നിൽക്കുന്നത്, ഞാനൊന്നും ചെയ്യുന്നില്ല. ഞാനിങ്ങനെ കാര്യം ആ ടൈം അതാണല്ലോ, അയാൾക്കൊരു പേർപ്പസ് ഇല്ല. പേർപ്പസ് ഉണ്ടെങ്കിൽ അത് എന്തെങ്കിലും കക്കാനോ എന്തെങ്കിലും ആണ്. എനിക്ക് റെസ്പോണ്ട് ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ ഇങ്ങനെ കിടക്കുകയാണ്. ഞാൻ ഈ പറയുന്ന പോലെ കുറച്ച് നേരം കഴിഞ്ഞ് ഞാൻ തിരിച്ചറിഞ്ഞു അതിൻ്റെ വാഴയോ എന്തോ പരിപാടിയൊക്കെ ആയിരുന്നു. ഒരാളല്ല, പക്ഷെ ഞാൻ അങ്ങനെ നോക്കി കണ്ടപ്പോൾ ഒരാളെ പോലെ തന്നെ ഫീൽ ചെയ്തു. എന്നാൽ ഞാൻ അപ്പം തന്നെ ചാടി എഴുന്നേറ്റ് വാതിൽ തുറന്നു, ആരടാ, ഞാൻ ചെയ്തില്ലല്ലോ. അപ്പൊ ജീവിതത്തിന്റെ പല സാഹചര്യങ്ങളും ഈ ചോദിക്കുന്നതിന് അർത്ഥമില്ല. ആ മൊമെന്റിൽ എന്ത് റെസ്പോണ്ട് ചെയ്തില്ല എന്ന് പറയുന്നതിൽ അർത്ഥമില്ല.